ശ്രീ ജയസൂര്യനിലേക്ക്. സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്. 3 മാസമാണ് കാലാവധി. ഇതിനിടയിൽ ഭൂമിയുടെ രേഖകളടക്കം പരിശോധിക്കണം. പരിമിതമായ കാലാവധിയാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. മുനമ്പത്തെ ജനതയ്ക്ക് നീതി ലഭ്യമാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെങ്കിൽ ഇതിൽ ഒരു അന്തിമ തീർപ്പ് ഉണ്ടാകുമോ? ഈ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ചരിത്രം കേരളത്തിൽ പരിശോധിച്ചാൽ ശബരിമല തീവയ്പ് കേസ് മുതൽ ഈ കേസ് വരെ, ഇപ്പോൾ മുനമ്പം വിഷയം വരെ, ഇതിനിടയിൽ നടന്നിട്ടുള്ള 100 കണക്കിന് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനുകളുടെ റിപ്പോർട്ടുകൾക്ക് എന്ത് സംഭവിച്ചു, ആ റിപ്പോർട്ടുകളുടെ മേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് അന്വേഷിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ജുഡീഷ്യൽ അന്വേഷണത്തിന് വിടുക എന്ന് പറഞ്ഞാൽ ചവറ്റുകൊട്ടയിൽ എറിയുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് ജുഡീഷ്യൽ അന്വേഷണം എന്ന് കാണാം. അതായത് സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായാവസ്ഥയിൽ വരികയോ, സർക്കാരിന്റെ നിലപാടുകൾക്ക് ക്ലാരിറ്റി ഇല്ലാതെ വരികയോ, കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സർക്കാരിന് കുറച്ചുകൂടി സമയം വേണ്ടിവരും, അല്ലെങ്കിൽ ഒളിച്ചോടേണ്ടി വരും എന്നുള്ളപ്പോൾ കാണുന്ന ഒരു കുറുക്കു വഴി മാത്രമാണ് ജുഡീഷ്യൽ അന്വേഷണം. ജനങ്ങളുടെ വികാരത്തെ തണുപ്പിക്കുക, ജനകീയമായ ശ്രദ്ധ തിരിച്ചുവിടുക, കുറെ കൂടി സമയം കൊണ്ടുവന്നിട്ട് മറ്റു വിഷയങ്ങൾ കൊണ്ടുവന്ന് ഈ വിഷയത്തെ തമസ്കരിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനുകൾ കൊണ്ട് കേരളത്തിൽ അതിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള യാഥാർത്ഥ്യം. ഇതും അതിൽ നിന്ന് യാതൊരു വ്യത്യാസവുമില്ല. യഥാർത്ഥത്തിൽ സത്യം എന്താണ് എന്ന് സർക്കാരിന് അറിയാം, ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾക്ക് വ്യക്തമായി അറിയാം. എന്നാൽ ആ സത്യം തുറന്നു പറയാനോ അതിനെ നേരിടാനോ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാനോ ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വോട്ട് ബാങ്കിനെ പേടിച്ചിട്ട് അവർക്ക് അത് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ മുഖം രക്ഷിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ജുഡീഷ്യൽ അന്വേഷണം. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം അതിനെ തുടർന്ന് വിവാദങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക. അതായത് 3 മാസമേ കിട്ടിയുള്ളൂ, ടേംസ് ഓഫ് റെഫറൻസ് എന്താണെന്ന് വ്യക്തമല്ല, ഇനി അങ്ങനെ ഒരു നിർദ്ദേശം സമർപ്പിച്ചാൽ പ്രശ്നപരിഹാരമാകുമോ, ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയർത്തിവിട്ട് ചർച്ചകൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് വിഷയം വഴിതിരിച്ചു വിടുക. യഥാർത്ഥത്തിൽ ഇരകളായി തീരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നില്ല എങ്കിൽ സർക്കാരും പ്രതിപക്ഷവും കേരളത്തിൽ മുന്നോട്ട് വെച്ച ഈ കെണിയിൽ മുനമ്പം നിവാസികൾ അകപ്പെടും. മുനമ്പം നിവാസികൾ മാത്രമല്ല, കേരളത്തിലെമ്പാടുമുള്ള ഈ വഖഫ് നിയമത്തിന്റെ ഇരകൾ ഈ ജുഡീഷ്യൽ അന്വേഷണ കെണിയിൽ അകപ്പെടും എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്ന കാര്യം. ഒരിക്കലും യാതൊരു വിധത്തിലുള്ള തീരുമാനവും ഈ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അവർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ എത്ര തന്നെ ഇരകൾക്ക് അനുകൂലമാണെങ്കിൽ പോലും ഇന്ത്യയിലെ ഒരു കോടതിയിലും അത് വിലപ്പോവില്ല. കാരണം കോടതിയേക്കാൾ മുകളിൽ വഖഫ് ബോർഡും ട്രിബ്യൂണലും നിൽക്കുന്നിടത്തോളം കാലം ഇത് കോടതിയിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് മുനമ്പം സമരഭൂമിയിലെ സമര നേതാക്കളുമായിട്ട് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടിയപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾക്ക് റവന്യൂ പരമായിട്ടുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടാനെങ്കിലും ഈ ഒരു കമ്മീഷൻ നിർദ്ദേശങ്ങൾ സഹായകരമായാൽ അത്രയും ആശ്വാസം. യഥാർത്ഥത്തിൽ റവന്യൂ ഭൂമിയിൽ കരമടയ്ക്കാനുള്ള അവകാശം കിട്ടിയാൽ പോലും പ്രശ്നം പരിഹരിക്കുന്നില്ലല്ലോ. അപ്പോൾ കരമടയ്ക്കാനുള്ള ഒരു പരിഹാരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ. ഇതിൽ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ ഫലം വരുന്നത് കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കോഴിക്ക് മുല വരുന്നെന്ന് പറയുന്ന പോലെയുള്ള കാത്തിരിപ്പായിരിക്കും. അതുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടും നിർദ്ദേശങ്ങളും എന്തു തന്നെയാണെങ്കിലും അത് ഒരു കാലത്തും യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. 3 മാസം കാലാവധി മുന്നോട്ട് വെച്ചതും തന്ത്രപൂർവ്വമാണ്. ഈ 3 മാസ കാലാവധി കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിലോ പാർലമെന്റിലോ തീരുമാനം ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ജുഡീഷ്യൽ അന്വേഷണ കാലാവധി നീട്ടാം, സങ്കീർണമായി ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാം, ഇരു കൂട്ടത്തെയും തൃപ്തിപ്പെടുത്തുകയും ചെയ്യാം. അതായത് ഇസ്ലാമിക വോട്ട് ബാങ്കിനെയും തൃപ്തിപ്പെടുത്താം, സമരഭൂമിയിൽ നിൽക്കുന്ന ഹൈന്ദവ ക്രൈസ്തവ അവിടുത്തെ നിവാസികളെയും തൃപ്തിപ്പെടുത്താം. ഇങ്ങനെയുള്ള ഒരു തന്ത്രമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് പരാജയപ്പെടാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ ഇത് കണ്ണിൽ പൊടിയിടൽ മാത്രമാണ് എന്നുള്ളത് വ്യക്തമാവാൻ പോവുകയാണ്. സർക്കാരിന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായം, അതിന് പ്രതിപക്ഷം ചെയ്തു കൊടുക്കുന്ന സഹായം, ഇത് മാത്രമാണ് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ. LDFന്റെയും UDFന്റെയും ഒത്തൊരുമിച്ചുള്ള തീരുമാനമാണ് ഇത് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അവർക്ക് രണ്ടുപേർക്കും മുഖം രക്ഷിക്കണമെങ്കിൽ ഇത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, JPC ഉണ്ടായല്ലോ, 20 അംഗങ്ങൾ പാർലമെന്റിൽ നിന്ന് വന്നു, 10 അംഗങ്ങൾ രാജ്യസഭയിൽ, അതായത് ലോക്സഭയിൽ നിന്ന് 20 അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് 10 അംഗങ്ങളും വന്നു.
ഇവിടെ പാർട്ടികളുടെ യാതൊരു ബുദ്ധിമുട്ടുമില്ലല്ലോ. ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയ ഒരു സംസ്ഥാനമാണ് കേരളം. എന്തുകൊണ്ടാണ് JPC-യിൽ ഒരൊറ്റ മെമ്പർ പോലും കേരളത്തിൽ നിന്നുണ്ടായില്ല? കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടി, അതായത് കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളാണ്. അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളിൽ നിന്ന് കേരളത്തിലെ ഒരൊറ്റ മെമ്പർ പോലും എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത്? അതായത് ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയിലെ അംഗങ്ങളെ കൊടുക്കുന്നത് പാർട്ടിയുടെ നേതൃത്വമാണ്, അല്ലാതെ ഗവൺമെന്റ് അല്ല, അല്ലെങ്കിൽ സ്പീക്കറും അല്ല. അപ്പോൾ ആ പാർട്ടി നേതൃത്വത്തിൽ എത്രമാത്രം സ്വാധീനമാണുള്ളത്? രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ജയിപ്പിക്കുന്ന മണ്ണാണിത്. വേണുഗോപാലിനെ പോലെ കോൺഗ്രസിലെ മൂന്നാമന്റെ മണ്ണാണിത്. എന്നിട്ട് ഇവിടുത്തെ ഒരു കോൺഗ്രസ് MP പോലും, ഒരു ക്രിസ്ത്യൻ MP പോലും കൊടുക്കാൻ തയ്യാറായില്ല. മുസ്ലിം ലീഗ് ഉണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്, അവർക്കൊക്കെ ലോക്സഭ രാജ്യസഭ അംഗങ്ങളുണ്ട്. അവരും അതിന് തയ്യാറായിട്ടില്ല. എന്തിന് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയെ കൊടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഒളിച്ചോടുന്നത്? കേരളീയ സമൂഹം ചർച്ച ചെയ്യട്ടെ, ഭാരതീയ സമൂഹം ചർച്ച ചെയ്യട്ടെ. അപ്പോൾ ഈ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ എന്ന് പറയുന്ന പുകമറ സൃഷ്ടിച്ചിട്ട് അതിന്റെ ചൂണ്ടയിൽ കുരുങ്ങിയിട്ട് അവരുടെ കെണിയിൽ അകപ്പെടാതെ രക്ഷപ്പെടാൻ മുനമ്പം നിവാസികൾക്കും മലയാളികൾക്കും സാധിക്കുമെങ്കിൽ മാത്രമേ ഇതിന്റെ ശാശ്വത പരിഹാരത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു ശാശ്വത പരിഹാരം മാത്രമാണ് ഇതിന്റെ ഏക പരിഹാരം. അന്തിമമായ വിജയവും അവിടെ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ചർച്ചകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ജുഡീഷ്യൽ അന്വേഷണം മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്നാണ് BJP കരുതുന്നത്.